ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നാം കടന്നു പോകുന്ന ഏതൊരു സാഹചര്യവും നമ്മിൽ വികാരങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് ഭയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കൈകാലുകളൊക്കെ വിറച്ച് തണുത്ത് മരവിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തപ്പെടും. ഏതൊരു സാഹചര്യമാണോ അത് നമ്മിലുണ്ടാക്കിയ പ്രതിഫലനം മാത്രമാണ് നമ്മുടെ ഈ പേടി. അത് നാം മനസ്സിലാക്കാതെ പോകുന്നു. നാം അതിനെ നമ്മുടെ അടിസ്ഥാന സ്വഭാവമായി മാറ്റിയെടുക്കുന്നു. ഒരു തവണ എന്തിനോടെങ്കിലും നമുക്കൊരു പേടി തോന്നിയാൽ പിന്നെ എപ്പോഴും നമുക്കതിനോട് പേടിയാണ്. എങ്ങനെ അത് മാറ്റാം എന്ന് നാം ശ്രമിക്കാറില്ല. എങ്ങനെ അതിൽ നിന്ന് ദൂരേക്ക് പോകാം എന്ന് മാത്രമാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എനിക്ക് പേടിയാണ് എന്ന് പറയാത്തവരായി ആരുമില്ല. എല്ലാവർക്കും എന്തിനോടെങ്കിലും ഒക്കെ പേടിയാണ്. ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവിടേക്കൊന്ന് നടന്നു ചെല്ലാൻ, അവരുടെ ഇടയിൽ ഒന്ന് സംസാരിക്കാൻ, സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ എന്ന് വേണ്ട. പരീക്ഷ എടുക്കുമ്പോൾ പേടി, മരണം വന്നെത്തുമെന്ന പേടി, ഇങ്ങനെ ഒരുപാട് പേടിയുള്ളവർ നമുക്കിടയിലുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ തലച്ചോറിൽ ചില ഹോർമോൺസ് അതിന് വ്യത്യാസം സംഭവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ അടിസ്ഥാന സ്വഭാവം അതല്ല. നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. അതാദ്യം മനസ്സിലാക്കുക. എന്താണോ നാം പേടിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 1% പോലും നടക്കാറില്ല. പക്ഷേ നമ്മുടെ ചിന്തകളിലൂടെ നാം അതിനെ വല്ലാണ്ട് പേടിക്കും. ഇവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. മനസ്സിലാക്കുക, പേടി എന്നത് ഒരു മോശപ്പെട്ട വികാരമല്ല. മറിച്ച് അങ്ങനെ ഒരു പേടി നമുക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ നാം നമ്മുടെ ജീവന് അപകടമുണ്ടാകുന്ന കാര്യങ്ങൾ പോലും ചെയ്തേനെ. അതിനാണ് പ്രകൃതി അങ്ങനെ ഒരു വികാരം നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനേയും നാം ആവശ്യമില്ലാതെ പേടിക്കുമ്പോൾ അവിടെ നമ്മുടെ ആത്മവിശ്വാസമാണ് ഇല്ലാതെയായി പോകുന്നത്. നാം ഒന്നിലേക്ക് ചുരുങ്ങി അതിന് അടിമപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ഏറെ പ്രയത്നിച്ചെന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സംശയം എപ്പോഴും മനസ്സിൽ പേടിയാണ്. എന്ത് ചെയ്യുമ്പോഴും എനിക്കിത് കഴിയില്ല, എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊരു സംശയം. എന്ത് ചെയ്യാനും പേടി. ഇങ്ങനെ നിങ്ങൾ ഏറെ കഷ്ടപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം നേടാൻ സാധിക്കില്ല. പക്ഷേ മറുപകരം നിങ്ങൾ ഈ പ്രയത്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് കഴിയും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ കടന്നു പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അതിനെ അതിജീവിക്കും എന്നൊരു കരുത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് താമസിച്ചാലും നിങ്ങളിലേക്ക് വിജയം വന്നെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള പേടി അതെന്ത് തന്നെ ആയാലും അത് നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ശ്രമിക്കാറില്ല. നിങ്ങൾ സ്വയം അതിനുള്ളിൽ ഒരു തടവറ തീർത്ത് ആ പേടിക്ക് അടിമപ്പെട്ട് ശിഷ്ടകാലം തള്ളി നീക്കും. പക്ഷേ ഒരു നിമിഷം നിങ്ങളുടെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു വഴിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ എന്താണോ പേടിക്കുന്നത് അതിലേക്ക് കയറി ചെല്ലുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ദൂരേക്ക് ഓടിപ്പോവുക. പേടിയാണെന്ന് വെച്ച് നിങ്ങൾ ഓടിപ്പോയാൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളൊന്നും നിങ്ങളിലേക്ക് വന്നെത്തില്ല. നിങ്ങൾ എപ്പോഴും ആ പേടിയുടെ തടവറയിൽ സ്വയം ശിക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം കഴിച്ചുകൂട്ടും. നേരെ മറിച്ച് നിങ്ങൾ അതിനെ അതിജീവിക്കാൻ ഓരോ ചുവട് നിങ്ങളുടെ പേടിയിലേക്ക് അടുത്തടുത്തെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കരുതിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനത്ര പ്രസക്തിയില്ല എന്ന്. നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തിനെയാണോ നിങ്ങൾ പേടിക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുള്ളതായി, കുറച്ചുകൂടി പരിചിതമായി തോന്നും. ഉദാഹരണത്തിന്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോകണമെന്നിരിക്കട്ടെ. ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാതെ പേടിയാണ്. നാം പതിയെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നാം ഒരുപക്ഷെ അവിടേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യമുണ്ടാകും, ഞാൻ എന്തിനാണ് പേടിച്ചത്? ഇവിടെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നല്ലോ.
എൻ്റെ മനസ്സിൻ്റെ ചിന്ത മാത്രമായിരുന്നു എന്നൊരു തോന്നൽ. സത്യമല്ലേ? നാം ഇങ്ങനെ പരീക്ഷയെ പേടിച്ച് ഹാളിലേക്ക് കയറും. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സിൽ ചോദിക്കും, എന്തിനായിരുന്നു പേടിച്ചത്? ഇവിടെ നിങ്ങൾക്ക് വന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേടി അത് നിങ്ങൾ ഒരുപാട് ആത്മവിശ്വാസക്കുറവുണ്ടാവും. നിങ്ങൾ പഠിച്ചതും കൂടി മറക്കാൻ അതിന് കാരണമായി തീരും. നിങ്ങൾ എന്തിനെയാണോ പേടിക്കുന്നത്, ആ പേടിയെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൽ നിന്ന് ഓടിപ്പോവുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളെ രൂപപ്പെടുത്താൻ ആ പേടിയെ നിങ്ങളുടെ ആയുധമാക്കുക. അതിലേക്ക് കയറി ചെല്ലുക. ഒരു തവണ നിങ്ങൾ അതിനെ അതിജീവിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങളിലുള്ള മാറ്റം വളരെ വ്യക്തമായിരിക്കും. ഏതൊരു പ്രശ്നമുണ്ടായാലും നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനൊരു പരിഹാരമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളുമായി വഴക്ക് കൂടിയെന്നിരിക്കട്ടെ. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് പേടിയാണ് ആ മനുഷ്യൻ തിരിച്ച് നിങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സാഹചര്യം അതിനെ ഒന്ന് വിശകലനം ചെയ്യുക. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാൻ മടിക്കണ്ട. മറിച്ച് അവരാണ് തെറ്റുകാരെങ്കിൽ ഒരു നിമിഷം അവരെ ഒന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കരുതും പോലെ നിങ്ങളുടെ പേടി അതുപോലെ ആയിരിക്കില്ല യാഥാർത്ഥ്യം. പേടി നിങ്ങളുടെ ചിന്ത മാത്രമാണ്, അത് സത്യമല്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. ഈ ചിന്തകൾക്ക് പേടിയിൽ പ്രാധാന്യമായ സ്ഥാനമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ സുഖവും ദുഃഖമുണ്ട്. നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല. ജീവിതത്തിൽ മരണം എല്ലാവർക്കും വന്നു പോകുന്നതാണ്. നാം ആരും നമ്മുടെ ഇഷ്ടത്തോടെ വന്നവരും നമ്മുടെ ഇഷ്ടത്തോടെ തിരിച്ചു പോകുന്നവരുമല്ല. നാം എന്തൊക്കെ നേടിയോ അത് നമ്മുടെ ലാഭവിഹിതം മാത്രമാണ്. കാരണം നാം വെറും കൈയോടെ വരുന്നവരും വെറും കൈയോടെ പോകുന്നവരുമാണ്. ഇതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയില്ല അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. നാം മുകളിൽ പറഞ്ഞ കാര്യം തന്നെ, രണ്ടാളുകൾ തമ്മിൽ നല്ല രീതിയിൽ വഴക്കുണ്ടായി പിരിയുമ്പോൾ അതിലൊരാളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു പോകും. ഇനി അയാളെ കാണുമ്പോൾ പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാകും. എന്തൊക്കെ സംഭവിക്കുമോ എന്തോ എന്ന് അയാൾക്ക് നെഗറ്റീവായി ചിന്തിക്കാം. നേരെ മറിച്ച് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അയാളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പോസിറ്റീവായിട്ടും ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ആ വഴിയിലൂടെ പോകാൻ ശ്രമിക്കുക. നേടണം എന്നുള്ള പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പേടിയാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ വഴി മുടക്കാൻ കാരണമാകരുത്. ഒപ്പമുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ അവരും അവരുടെ വഴിയെ മുന്നോട്ട് പോകും. നിങ്ങൾ ഇനിയുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ വല്ലാതെ കഷ്ടപ്പെടും. നേരെ മറിച്ച് ആ പേടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള നിങ്ങളുടെ തീരുമാനം അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിന്റെ വിജയത്തിലായിരിക്കും. അവിടെ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ ഓർക്കുക, പേടിയുടെ തടവറയിൽ നിങ്ങൾ ബന്ധിക്കപ്പെടും. നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. നിങ്ങളിങ്ങനെ ജീവിച്ചു എന്ന് മാത്രം അങ്ങനെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകും. തീരുമാനം നിങ്ങളുടെയാണ്. ആലോചിക്കുക. ലോകത്തിന് വേണ്ടത് ഏറ്റവും വ്യത്യസ്തരായ ആൾക്കാരെയാണ്. അവരിൽ ഒരാളാകാൻ ശ്രമിക്കുക. നേടുക. എല്ലാവർക്കും ശുഭദിനം.